ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഫുഡ് കോമ്പറ്റീഷൻ്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ പൂർത്തിയായി. ഓരോ അനൗൺസ്മെൻ്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ശാലിനിയും ശാരദാമ്മയും സത്യാമ്മയും ഒന്നും കാണുന്നില്ല. അനു പെട്ടെന്ന് ഫോണും എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവുകയാണ്. അനു ശാലിനിയെ ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. മാഡം, ഇത് എവിടെ എത്തി? ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക അനു. 10 മണിക്ക് മുമ്പായിട്ട് എന്തുവായാലും അവിടെ എത്തും. മാഡം, സുസ്മിതയും കൂട്ടരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. സുസ്മിത നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലേ ഏതൊക്കെ വിധത്തിൽ എന്തെല്ലാം കള്ളത്തരം കാണിക്കാം, എങ്ങനെയൊക്കെ ജയിക്കാം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ആയിരിക്കുമല്ലോ അവളവിടെ വന്നിരിക്കുന്നത്. അനു, സത്യാമ്മയൊക്കെ എത്തിയോ? ഞാനവിടെ കണ്ടില്ല മാഡം. ചിലപ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടാവും. ശരി അനു, ഞങ്ങളവിടെ അടുത്തെത്താറായിട്ടുണ്ട്. ഉടനെ അവിടെ എത്തും. അമ്മേ, സുസ്മിതയും കൂട്ടരുമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന്. അത് മോളെ, അവൾ മത്സരത്തിനല്ലല്ലോ വന്നത്, ആളുകളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കാനല്ലേ. കമലൻ വണ്ടി ഓടിച്ചോണ്ട് പറയുക, പരാജയപ്പെടാനൊരു ടീം, അത്രയേ ഉള്ളൂ സുസ്മിതയുടെ കൂട്ടർ. ശാലിനി പറയുക, അങ്ങനെ നിസ്സാരമായിട്ടൊന്നും അവളെ എഴുതിത്തള്ളാൻ പറ്റില്ല. 100 കുതന്ത്രങ്ങളുമായിട്ടേ അവൾ വരുത്തുള്ളൂ. അവൾ ഒരിക്കലും അവളുടെ വിജയം ആഗ്രഹിക്കത്തില്ല. മറ്റുള്ളവരുടെ പരാജയം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും അവൾക്ക്. എന്നാലും എൻ്റെ മോളെ, ഒരു വല്ലാത്ത ഒരു ജന്മം തന്നെ ഈ സുസ്മിത. സത്യാമ്മയും വിഷ്ണുവും പൊന്നിയും ശാന്ത എല്ലാവരും കൂടെ ഒരു കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. നൂർജഹാൻ കാറിലിരുന്ന് വല്ലാത്ത വിഷമം കാണിക്കുന്നു. അത് കണ്ടിട്ട് സത്യാമ്മ ചോദിക്കുന്നു, എന്താ നൂറെ, നമ്മളവിടെ എത്താൻ താമസിക്കുമോ എന്നാ സത്യാമ്മയെ തോന്നുന്നത്. വിഷ്ണു പറയുക, നിങ്ങൾ ഇതിന് മാത്രം ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഫംഗ്ഷനൊക്കെ അങ്ങനെ കറക്റ്റ് ടൈമിനൊന്നും തുടങ്ങത്തൊന്നുമില്ല. 5-10 മിനിറ്റൊക്കെ അവർ ലേറ്റായിട്ടേ തുടങ്ങത്തുള്ളൂ. അത് വിഷ്ണുവേട്ട, ഇതൊരു കോമ്പറ്റീഷൻ അല്ലയോ? ലേറ്റായാലേ കോമ്പറ്റീഷൻ നടത്തുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ മറ്റ് ടീം അംഗങ്ങൾ എതിർക്കും. അതിപ്പോൾ ശത്രുതയുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ എതിർക്കും. സത്യാമ്മ പറയാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ എതിർപ്പേ ഉണ്ടാകത്തുള്ളൂ. അതിനുള്ള ആൾക്കാരെ എപ്പോഴേ അവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ശാന്ത പറയുക, എതിർക്കുന്നവരുണ്ടെങ്കിൽ അവരവിടെ കിടന്നങ്ങ് എതിർക്കട്ടെ, നമുക്ക് നമ്മളുടേതായ രീതിയിൽ മത്സരിക്കാം, എന്നിട്ട് വിജയിച്ച് ട്രോഫിയും വാങ്ങിക്കൊണ്ട് നമുക്കിങ്ങ് പോരാ. ശാലിനിയും ശാരദാമ്മയും വരുന്ന കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വണ്ടി പുറകിന് വരുന്നുണ്ട്. ആ വണ്ടി കൊണ്ടുവന്ന് ഇവരുടെ വണ്ടിയെ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ വണ്ടി ശാലിനിയുടെ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് അവന്മാർ എളുപ്പം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് കമലനെ ആ കാറിൽ നിന്ന് പിടിച്ചിറക്കുവാണ്. വാടാ ഇങ്ങോട്ട്, നോക്കടാ ഞങ്ങളുടെ വണ്ടിയുടെ സൈഡ് ഒരഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ കമലനെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങുവാണ്. ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് വേണമെന്നേ ഒരു വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്ന്. കാറിൽ വന്നവന്മാർ 3-4 പേരുണ്ട്. അവർ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ തന്നെ വന്നവരാണ്. അവർ കമലിനെ കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ശാലിനിയും ശാരദമ്മയും, അയ്യോ വേണ്ട, ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കാതിൽ വാങ്ങിക്കുന്നില്ല. ശാലിനി ഓടിച്ചെന്ന് കമലനെ വിട് എന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ടത്തലവൻ ശാലിനിയെ പിടിച്ച് മാറി നിൽക്കടിയും പറഞ്ഞ ഒരു ഒറ്റത്തള്ള്. ശാലിനി പോയി കാറിലിടിച്ച് വീഴുന്നുണ്ട്. ശാരദാമ്മ ഇതൊക്കെ കണ്ട് ഭയന്നിട്ട്, അയ്യോ എൻ്റെ മോളെ എന്നും പറഞ്ഞ് ശാലിനിയെ പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. ആ ഗുണ്ടത്തലവൻ പറയുന്നത്, എടാ ദേഹോപദ്രവമൊന്നും വേണ്ടടാ, ഇവർ 2 പെണ്ണുങ്ങളല്ലേ, അതുകൊണ്ടേ നമുക്ക് ഇവനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇവനെ അങ്ങോട്ട് പെരുമാറാം. അത്രയും പേരുടെ മുന്നിൽ കമലിനെ പിടിച്ചു നിൽക്കാനാവുന്നില്ല. അത് കണ്ടിട്ട് ശാലിനി വീണ്ടും, ഇടാ നിന്നോട് വിടാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഗുണ്ടത്തലവൻ ശാലിനിയെ പിടിച്ച് തള്ളുവാണ്. അവൻ ശാലിനിയോട് പറയാ, ഇവനെ ഞങ്ങളുടെ വണ്ടിയെ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിപ്പിച്ചതാ, ഞങ്ങൾക്ക് പരാതിയുണ്ട്. എടാ, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കടാ, അല്ലാതെ നടു റോഡിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നതല്ല. നിങ്ങൾ എന്താ ഗുണ്ടായിസം കാണിക്കുവാണ്? ഞങ്ങൾ ഗുണ്ടകളായതുകൊണ്ടാണല്ലോ മാഡം ഞങ്ങൾ ഗുണ്ടായിസം കാണിക്കുന്നത്. ശാരദാമ്മ പറയുക, നിങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുള്ളതാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് നിങ്ങളെ ഞങ്ങൾ വിടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ നിങ്ങളെ വിടുന്നുള്ളൂ. അപ്പോൾ ശാലിനി ചോദിക്കുന്നു, ആഹാ, അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അപ്പോൾ നിനക്ക് കാര്യമൊക്കെ മനസ്സിലായല്ലോടി. എടാ, ഈ ചേച്ചിക്ക് കാര്യമൊക്കെ മനസ്സിലായെന്ന് ഒരു കളിയാക്കൽ. വീണ്ടും കമലനെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് ശാലിനി ഇടപെടുന്നുണ്ട്. നിങ്ങളോട് ആ കമലനെ വിടാനാ പറഞ്ഞു, മാറി നിൽക്കടി എന്നും പറഞ്ഞാൽ വീണ്ടും ശാലിനിയെ ഉപദ്രവിക്കുവാണ്. പോലീസുകാർ വരട്ടെ, അവർ വന്നിട്ടൊരു പരിഹാരം കണ്ടിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ വിടത്തുള്ളടി എന്നൊക്കെ അവൻ പറയുമ്പോൾ ശാലിനി ശാരദാമ്മയോട് പറയുന്നു, അമ്മേ, ഇത് ചന്ദ്രബോസിൻ്റെ കളിയാണ്. നമ്മുടെ സമയം കളയണം, നമ്മളെ കൃത്യസമയത്ത് അവിടെ എത്തിക്കരുത്, അതാണ് അവൻ്റെ പ്ലാൻ. നമ്മളിപ്പോൾ പോലീസിനെ വിളിച്ചാലും അവർ വൈകിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇങ്ങനൊരു കാർ ആക്സിഡൻറ്റ് അവരുണ്ടാക്കിയത്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും മോളെ?
ഉടനെ തന്നെ ശാലിനി കമ്മീഷൻ ഓഫീസർ ശ്രീരഞ്ജിനിയെ വിളിക്കുന്നുണ്ട്. ചേടാ, ശ്രീരഞ്ജിനി മേഡത്തിനെ ഒട്ട് കിട്ടുന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം ഉള്ളമ്മേ, ഇവന്മാർ അടി വാങ്ങിച്ചേ ഇവിടുന്ന് പോകത്തുള്ളെന്നുണ്ടെങ്കിൽ അടി കൊടുത്തു തന്നെ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ വിളിക്കുവാണ്. ഈ സമയം കമലനെ അവന്മാർ കൈയും കാലും എല്ലാം കയറുപയോഗിച്ച് ബന്ധിക്കുവാണ്. ശാലിനിയുടെ ഫോൺ വന്നതും വിഷ്ണു എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശാലിനി പറയുന്നു, ഇവിടെ കുറച്ച് ഗുണ്ടകൾ ഞങ്ങളെ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സമയത്ത് ഞങ്ങളെ മത്സര സ്ഥലത്ത് എത്തിക്കാതിരിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിഷ്ണുവേട്ടാ, പോലീസ് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് മത്സര സ്ഥലത്ത് എത്താൻ കഴിയില്ല. ഈ കോളേജ് ജംഗ്ഷനിലോട്ട് പോകുന്ന ഇടറോഡില്ലേ, അവിടെയാണ് ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കമലനെ അവർ ഉപദ്രവിച്ച് കൈയും കാലും കെട്ടി ഇവിടെ ഇട്ടിരിക്കുവാണ്. വിഷ്ണുവേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ശരി ശാലിനി, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാനിപ്പോൾ ഉടനെ തന്നെ അവിടെ എത്താം. പെട്ടെന്ന് തന്നെ വിഷ്ണു അവർ വന്ന വണ്ടിയുടെ ഡ്രൈവറോട്, ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്നും പറഞ്ഞ് ഞാനിവിടെ ഇറങ്ങുവാ. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഉടനെ വരാം എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ ഇറങ്ങുവാണ്. എടാ, നീ ഇത് എവിടെ പോവാ? അമ്മേ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഉടനെ അവിടെ എത്തിക്കോളാം. വിഷ്ണുവേട്ട പ്രോഗ്രാം തുടങ്ങും എന്ന് നൂർജഹാൻ പറയുമ്പോൾ, എടി കുഴപ്പമില്ല, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാനവിടെ എത്തും. അപ്പോൾ ആ സമയത്ത് വിഷ്ണുവിൻ്റെ ഫ്രണ്ട് പപ്പൻ ബൈക്കിൽ വരുന്നുണ്ട്. പപ്പനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട്, എടാ പപ്പ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു വഴിക്ക് പോകണം, നീ വണ്ടി തിരിക്ക് എന്നും പറഞ്ഞ് വിഷ്ണു ആ വണ്ടിയുടെ പുറയിൽ കയറി ഇങ്ങോട്ട് പോവുകയാണ്. സത്യാമ്മ വണ്ടിയിലിരുന്ന് പുറൂർക്കുക. വിളിച്ചതാരാന്നൊക്കെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അവൻ ഇത്രയ്ക്ക് അത്യാവശ്യമെന്നും പറഞ്ഞിറങ്ങി പോവില്ലായിരുന്നു. സത്യാമ്മയ്ക്കാകെ ദേഷ്യം കൊണ്ട് വയ്യ. രാഘവേട്ടൻ്റെ ചികിത്സയുടെ ആവശ്യമായിപ്പോയി, അല്ലെങ്കിൽ ഈ യാത്ര തന്നെ ഞാൻ വേണ്ടാന്നിപ്പോൾ വെച്ചേന്. ആങ്കറിൻ്റെ വീണ്ടും അനൗൺസ്മെൻറ്റ് തുടങ്ങുകയാണ്. പാചകകലയുടെ റാണിപ്പട്ടം ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള KPT കമ്പനി ഗ്രൂപ്പിൻ്റെ ശ്രമം ആരംഭിക്കുന്നതിനായി ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ഒരിക്കൽ കൂടി പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മത്സരത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന 4 ടീമുകളും ഒന്നിനൊന്ന് കഴിവ് തെളിയിച്ചെത്തിയിരിക്കുന്നവരാണ്. പാചകകലയുടെ റാണിമാരെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവരെ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. ഓൾ കേരള കുക്കറി ഷോയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മല്ലിക S. നായർ. സദസ്സിലുള്ള എല്ലാവരും മല്ലികയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒട്ടനവധി ക്ലബ്ബുകൾ നടത്തിയ പാചക മത്സരത്തിൽ തൻ്റേതായ സാന്നിധ്യം അറിയിച്ച് വ്യത്യസ്ത രുചിഭേദങ്ങളിലൂടെ ശ്രദ്ധേയായ സുസ്മിത. പാചകം ഒരു വാചക കസർത്തല്ല, വ്യത്യസ്ത വിഭവങ്ങളുടെ വിസ്മയം തീർക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ മത്സരവേദിയിലേക്ക് എത്തുന്ന സത്യഭാമ. പേര് അനൗൺസ് ചെയ്തിട്ടും സത്യഭാമയെ കാണുന്നില്ല. സത്യഭാമ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. സുസ്മിതയും ചന്ദ്രബോസും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. രോഹിത്താണെ വിജയം അവൻ്റെ കയ്യിൽ കിട്ടിയതുപോലുള്ള അഹങ്കാരത്തിലിരിക്കുന്നു. ശ്യാമ ഇങ്ങനെ വിഷമത്തോടെ നാലുപാടും നോക്കുവാണ്. എന്തേ അവരെ ആരെയും കാണുന്നില്ലല്ലോ? പാചകത്തെ ഒരു മത്സര ഇനമായി കാണാനാവില്ലെന്നും അത് തനിക്ക് അന്നം തരുന്ന തൊഴിലാണെന്നും സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് പാരമ്പര്യമായി കിട്ടിയ പാചക വിദ്യയുമായി പൊടിക്കറിക്കൂട്ടുകളുമായി എത്തുന്നു കുടുംബശ്രീ ശാരദ. സദസ്സിൽ കൈകടികൾ മാത്രം കേൾക്കുന്നു. അവർ 2 കൂട്ടരെയും കാണാത്തത് കൊണ്ട് സ്മിതയും ചന്ദ്രബോസും രോഹിത്തും എല്ലാം ഇരുന്നിങ്ങനെ സന്തോഷിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ 4 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാടുന്ന കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. ചന്ദ്രബോസ് വാച്ചയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മേഡം, ഇനി ഈ മത്സരം തുടങ്ങാൻ ഏതാനും മിനിറ്റുകളെല്ലാം ഉള്ളു. ഈ പങ്കെടുക്കുന്ന ടീമുകളൊക്കെ എവിടെ? മത്സരം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ മത്സരാർത്ഥികളെല്ലാം എത്തണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ സാറേ, അവർ 2 പേരും ഉടനെ എത്തുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. രോഹിത് അവിടെയോട് വിളിച്ച് പറയുക. അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അറ്റൻഡൻസ് വെക്കാനേ ഇതെന്താ 1ലും 2ലും പഠിക്കുന്ന ക്ലാസ് റൂമൊന്നും അല്ലല്ലോ. ഇത് മത്സരമാണ്. മത്സരത്തിന് അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നോക്കണം. അതുകൊണ്ടേ ഒരു VIP വേണ്ടി ഇവിടെ ഒന്നും കാത്തു നിൽക്കുന്നില്ല. കൃത്യസമയത്ത് തന്നെ മത്സരം തുടങ്ങണം. ഉടനെ ചന്ദ്രബോസിൻ്റെ വക. അതെ, ഈ പറഞ്ഞ സമയം പാലിച്ച് ഇവിടെ വന്നവരാരും മണ്ടന്മാരായിരിക്കരുതല്ലോ. കുറുപ്പ് സാർ എഴുന്നേറ്റിട്ട് പറയുന്നു, ഇവിടെ ഇനി വരാനുള്ള 2 ടീമുകളും നമുക്കറിയാവുന്നവർ തന്നെയാണല്ലോ. വഴിയിലെന്തോ തടസ്സമുണ്ടായതിൻ്റെ പേരിലാണ് അവർ വൈകുന്നത്. അവർക്ക് മാനുഷിക സഹജമായ ഒരു പരിഗണന നൽകി മത്സരം സുഗമമായി നടത്തുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. ഉടനെ ചന്ദ്രബോസ്, ഹലോ സാറേ, അങ്ങനെ ഒരു പരിഗണനയെ ആർക്കും നൽകാൻ പറ്റില്ല. ഇനി ആ 2 ടീമും വന്നില്ലെങ്കിൽ വന്ന ഈ 2 ടീമുകളെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കണം.
രോഹിത്തും അതിനെ പിന്താങ്ങിക്കൊണ്ട് പറയുവാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ദാണ്ട് എഴുന്നേറ്റടാ നമ്മുടെ ജഗദീപ്. അപ്പോഴേ അതൊരു മത്സരമാകത്തില്ലല്ലോ. മത്സരമാകണമെങ്കിലേ കുറച്ചധികം പേരുമായിട്ട് മത്സരിച്ച് ജയിക്കണ്ടേ, എങ്കിലല്ലേ ഈ പങ്കെടുക്കുന്നവർക്കും കാണികൾക്കും ഒരുപോലെ ഒരു രസം പോലെ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയായിട്ട് പോവില്ലേ. ഇനി ഒരു 5 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല, എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചിട്ട് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ജഗദീപേ മോനെ, നീ തീർന്നടാ. തൻ്റെ ചന്ദ്രബോസ് നിൻ്റെ നോട്ട വിട്ട് കഴിഞ്ഞ്. സുസ്മിത പറയുന്നു, നിന്നെ ഇപ്പോൾ അഭിപ്രായം പറയാൻ ആരെങ്കിലും വിളിച്ചോടാ. തിരിച്ച് സുസ്മിതയുടെ വീട്ടിൽ തന്നെ ചെല്ലണമല്ലോ ജഗദീപിന്. ജഗദീപ് സുസ്മിതയുടെ അടുത്തുനിന്ന് പതുക്കെ പറയാ, സുസു ആരൊക്കെ മത്സരിച്ചാലും ഇനി സുസു നീയേ ജയിക്കത്തുള്ളൂ, യൂട്യൂബ് നിന്നെ ചതിക്കത്തില്ല. എൻ്റെ ചിറ്റപ്പ എന്തിനാ ഈ മാരണത്തിനെയൊക്കെ തോളെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ? അതിന് ഇവനെ ആര് തോളെ കയറ്റിക്കൊണ്ട് വന്നെന്നാ? ചാടിക്കയറി ഇങ്ങ് പോന്നതല്ലേ. നിനക്കൊരു കൈസഹായം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. കൈസഹായം അല്ല ചിറ്റപ്പ, എൻ്റെ കൈവച്ച് ഇവനൊന്ന് കൊടുക്കാനാ എനിക്ക് തോന്നുന്നത്. അയ്യോ എൻ്റെ പൊന്നുമോളെ, ഇവിടെ വെച്ചൊന്നും ചെയ്യല്ലേ. ഏതായാലും ഈ മത്സരം ഒന്ന് നടക്കട്ടെ. ജഗദീപൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തിയില്ല. അവൻ വീണ്ടും വന്ന് സുസ്മിതയെ തോണ്ടിയിട്ട് ചോദിക്കുന്നു, സുസു പണ്ട് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനേ തുണ്ട് പേപ്പർ കയ്യിൽ വെച്ചിരുന്നില്ലേ, അതുപോലെ വല്ല പേപ്പർ വല്ലതും വെച്ചിട്ടുണ്ടോ? അല്ല ഈ ഉപ്പിൻ്റെ മുളകിൻ്റെയൊക്കെ ചേരുവകളൊക്കെ എൻ്റെ സുസു പിടിച്ചാൽ മോശമാവുമേ. അങ്ങനെ പരിശുദ്ധം കറി പൗഡർ MD മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇളവ് കൊടുക്കുന്നുണ്ട്. സാറേ നമ്മൾ പറഞ്ഞ സമയം ആകുന്നതേ ഉള്ളൂ, അതിനുള്ളിൽ അവരെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടി പറയുന്നുണ്ട്. മത്സരം തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും അതിനു വേണ്ട സാധനങ്ങളുമെല്ലാം എടുക്കാൻ അനുവദിച്ചിട്ടുള്ളത്. എത്രത്തോളം വേഗത്തിലെടുക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് മത്സരത്തിലേക്ക് കടക്കാൻ സാധിക്കും. പാചകമായാലും വാചകമായാലും മത്സരം എന്നത് എപ്പോഴും ഒരു ത്രില്ലിംഗ് തന്നെയാണ്. ആ ത്രില്ലിംഗ് ഇവിടെയും ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ നയിക്കുന്നത്. ആ പ്രതീക്ഷകൾ ഇവിടെ മത്സരിക്കുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഉണ്ടാവട്ടെ. ചന്ദ്രബോസ് ഇങ്ങനെ ടൈം നോക്കുന്നുണ്ട്. മത്സരം തുടങ്ങാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. വിഷ്ണു ഇതുവരെയും ശാലിനിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഗുണ്ടകളുടെ അടുത്ത് എത്തിയിട്ടില്ല. ബൈക്കിൽ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. സത്യാമ്മ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടും ഇരിക്കുന്നതേ ഉള്ളൂ. കമലനെ ഇട്ട് ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ശാലിനിക്ക് സഹിക്കുന്നില്ല. ശാലിൻ്റെ സഹികെട്ട് ശാലിനി അങ്ങോട്ട് ചെന്നിട്ട്, നിങ്ങൾ ആരാ, എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ, നീ ആരായ ഞങ്ങൾക്ക് എന്താടി? സത്യാമ്മയുടെ വണ്ടിയാണെങ്കിൽ സ്പീഡ് കുറഞ്ഞിട്ടാ പോകുന്നത്. നൂർജഹാന് ദേഷ്യം വരിക. നൂർജഹാൻ പറയാ, എൻ്റെ ചേട്ടാ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ അവിടെ കൃത്യസമയത്തിന് എത്താൻ പറ്റില്ല. എനിക്കെന്തോ പേടിയാകുന്നു സത്യാമ്മേ. കുഴപ്പത്തിലാവുമോ? സത്യാമ്മയുടെ കണ്ണനെ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വിളിച്ചോ സത്യാമ്മേ. എൻ്റെ കണ്ണൻ എന്നോടൊപ്പം ഉണ്ട് മോളെ. എത്ര താമസിച്ചാലും എൻ്റെ കണ്ണൻ എന്നെ ഈ മത്സരത്തിൽ പരാജയപ്പെടുത്തത്തില്ല മോളെ. ഇതെൻ്റെ രാഘവേട്ടൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള മത്സരമാണ്. എൻ്റെ രാഘവേട്ടൻ്റെ രക്ഷയ്ക്കായി ഇതെനിക്ക് ജയിച്ചേ ഒക്കൂ. ആ ഗുണ്ടാത്തലവൻ ശാലിനിയോട് പറയുക, എടി നിൻ്റെ വണ്ടിയാ ഈ ഞങ്ങളുടെ വണ്ടിയെ വന്ന് ഇടിച്ചത്, അതിന് സമാധാനം പറഞ്ഞിട്ട് നീയൊക്കെ പോയാൽ മതി. ശരിയടാ, നീ പോലീസിനെ വിളിക്ക്. നിനക്ക് വിളിക്കാൻ വയ്യെങ്കിൽ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ശാലിനി ഫോൺ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ ശാലിനിയുടെ കൈക്ക് കയറി പിടിച്ച ഫോൺ പിടിച്ചു പറിക്കാൻ നോക്കുവാണ്. അങ്ങനെങ്ങ് നീ ആളാവണ്ടാടി, പരാതിക്കാർ ഞങ്ങളല്ലേ, അപ്പോൾ ഞങ്ങളല്ലേടി പോലീസിനെ വിളിക്കേണ്ടത് എന്നും പറഞ്ഞ് ശാലിനിയുടെ ഫോൺ അവനങ്ങ് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുവാണ്. സത്യാമ്മയുടെ കാർ ഇങ്ങനെ ഓടിക്കൊണ്ട് വരുമ്പോൾ അവിടെ 2-3 ഗുണ്ടകൾ നിൽപ്പുണ്ട്. അവന്മാർ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് 2-3 കല്ലും കമ്പും ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുവാണ്. അവന്മാർ പറയുന്നു, അവിടെ റോഡ് പണിയാ, അതുകൊണ്ട് ഇതുവഴി പോകാൻ പറ്റില്ല. അയ്യോ ഞങ്ങൾക്കൊരു 1/2 കിലോമീറ്റർ പോയാൽ മതി, പോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്, വേണമെങ്കിലേ ഇറങ്ങി നടന്നു വയ്ക്കോ. അയ്യോ നമ്മളിനി എന്ത് ചെയ്യും എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ നൂർജഹാൻ പറയുക, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. നൂർജഹാൻ അവന്മാരോട് ചെന്ന് പറയുക, ചേട്ടാ ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ളതാണ്, നടന്നു പോയാൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല. മോൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ തോളയിലോട്ട് കയറിക്കോ, മോളെ മാത്രം ഞാൻ ചുമന്നങ്ങോട്ടങ്ങ് എത്തിക്കാം. അപ്പോൾ കൂടെയുള്ള ഗുണ്ടയിൽ മറ്റവൻ പറയാ, എടാ അങ്ങനെയാണെങ്കിൽ നീ എടുക്കണ്ടടാ, ഞാൻ എടുത്തോണ്ട് ഓടാം. മോൾക്കെന്താ സമ്മതമാണോ? 1.5 കിലോമീറ്റർ ചുറ്റിപ്പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ചേട്ടന്മാർ ഞങ്ങളുടെ വഴിമുടക്കുക? അതെ, ഞങ്ങൾ വഴിമുടക്കുക തന്നെയാണ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തോ. സത്യാമ്മേ, ഇത് നമ്മൾ സമയത്ത് അവിടെ എത്താതിരിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ തോറ്റാൽ മത്സരത്തിലും തോൽക്കുന്ന പോലെയാ. ഞാനിത് ഇവന്മാർ വെച്ചിരിക്കുന്നിടത്ത് മാറ്റാം എന്നും പറഞ്ഞ് നൂർജഹാൻ അതിലോട്ട് തൊടുമ്പോൾ അവൻ പറയുക, രാജപ്പൻ വെച്ചിരിക്കുന്ന ബ്ലോക്കേ അതൊരു ബ്ലോക്കാ, അത് മറികടന്ന് പോകാൻ തൻ്റെ ഇടമുള്ള ആണുങ്ങളെ ചുരുക്കവാ. പിന്നെയല്ലേ ഒരു പെണ്ണ്. എൻ്റെ ചേട്ടനെ അത് ചുണയുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ. എങ്കിൽ വിളിക്കടി ചുണയുള്ളേ, നിൻ്റെ കാമുകന്മാരുണ്ടെങ്കിൽ അവന്മാരെ വിളിക്ക്.
രാജപ്പൻ്റെ കൈക്കരുത്തെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സത്യമേ, ഇവന്മാരെ പേടിച്ചു നിന്നാലേ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. നമുക്കിത് മാറ്റി മുന്നോട്ട് പോകാം. ഇവന്മാരെന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണണമല്ലോ. ആഹാ, അപ്പം നീ ആണോടി ഇതിൻ്റെ ലീഡർ? നിന്നെ തൊട്ടാലേ ചുണയുള്ളവന്മാർ വരുന്നത് ആരെന്ന് കാണണോടി എന്നും പറഞ്ഞ് അവൻ നൂർജഹാൻ്റെ കർണത്തൊരൊറ്റടി. ശാലിനിയും ഗുണ്ടയും കൂടെ കിടന്ന് ഫോണിനടിയിടുവാണ്. അവൻ ശാലിനിയുടെ കഴുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ശാരദാമ്മ ഭയന്ന് നിലവിളിക്കുന്നതാണ്. വിട്രാ വിട്രാ എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ദാണ്ട വന്ന് നമ്മുടെ വിഷ്ണു ദാണ്ട് ഓടിച്ചെല്ലുന്നുണ്ട് അവനെ ചവിട്ടി തെറിപ്പിക്കാനായിട്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് ഓടി വന്ന് ഒരൊറ്റ തൊഴി ദാണ്ട തെറിച്ചു പോയി കിടക്കുന്നവിടവൻ. എൻ്റെ പെണ്ണിനെ തൊടുന്നട പന്നക്ക എന്നേ പറയുന്നുള്ളൂ. ബാക്കി നമ്മളങ്ങ് പൂരിപ്പിച്ചോണം. വിഷ്ണുവിനെ കണ്ടതും നമ്മുടെ കമലന് ജീവൻ വീണ് ആശാനേ എന്നൊരു വിളി. പപ്പനുടനെ കമലൻ്റെ കെട്ടൊക്കെ ഓടി വന്ന് അഴിച്ചു വിടുന്നുണ്ട്. ശാലിനിയുടെ കഴുത്തിന് കൈവച്ച ഗുണ്ടയെ വിഷ്ണു വെറുതെ വിടുവോ? അവനെ എടുത്തിട്ട് പൊതിരെ ചാർത്തുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് ഇടപാടാക്കിയ ഗുണ്ടകളെയൊക്കെ നമ്മുടെ വിഷ്ണു ചവിട്ടി തെറിപ്പിച്ച് തോൽപ്പിച്ച് പമ്പ കടത്തും. സത്യാമ്മയും ശാരദാമ്മയും ശാലിനിയെല്ലാം മത്സര സമയത്ത് തന്നെ വേദിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അടുത്ത റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.